ഇലക്ട്രോലിറ്റിക് സെല്ലുകളെ പറ്റിയിട്ടും ഇലക്ട്രോളിസിസിനെ പറ്റിയിട്ടും ഒന്ന് പഠിക്കാം. ഇലക്ട്രോളിസിസ് എന്ന വാക്ക് നമുക്ക് വളരെ പരിചയമുള്ളതാണ് അല്ലേ? ചെറിയ ക്ലാസ്സസ് മുതൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇലക്ട്രോളിസിസിനെ പറ്റിയിട്ട്. അപ്പോൾ എന്താണ് ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഒരു മെറ്റലിനെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡായിരുന്നു ഇലക്ട്രോളിസിസ്. നമുക്കിവിടെ കോപ്പറിൻ്റെ ഇലക്ട്രോളിസിസിനെ പറ്റിയിട്ടൊന്ന് നോക്കാം. ഇവിടെ കോപ്പറിൻ്റെ ഇലക്ട്രോളിസിസിനായിട്ട് നോക്കൂ, പ്യുവർ കോപ്പറിൻ്റെ വളരെ കനം കുറഞ്ഞ ഒരു ഇലക്ട്രോഡിനെ കാഥോഡായിട്ട് എടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഇംപ്യുവർ കോപ്പറിൻ്റെ കനം കൂടിയ ഒരു ഇലക്ട്രോഡിനെ ആനോഡായിട്ടും എടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻസിനെ ഇലക്ട്രോലൈറ്റായിട്ടും എടുത്തിരിക്കുന്നു. അതിനുശേഷം ഈ ഒരു സെല്ല് അല്ലെങ്കിൽ ഈ ഒരു സെറ്റപ്പിനെ നമ്മളൊരു DC വോൾട്ടേജുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, കാഥോഡിനെ ഒരു DC ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടും ആനോഡിനെ പോസിറ്റീവ് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ എന്ത് റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നുണ്ടാവുക? ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സിസ്റ്റത്തിലേക്ക് കറണ്ട് പ്രവഹിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആനോഡിൽ നിന്നും കോപ്പർ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തുകൊണ്ട് കോപ്പർ അയോണുകളായിട്ട് മാറുന്നു. അതായത് നമുക്ക് പറയാനായിട്ട് സാധിക്കും, ഇംപ്യുവർ കോപ്പറിൽ നിന്നും കോപ്പർ സൊല്യൂഷൻ വഴി എന്ത് സംഭവിക്കും? സൊല്യൂഷൻ വഴി Cu2+ അയോണുകൾ കാഥോഡിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. എന്നാൽ കാഥോഡിലെത്തുന്ന കോപ്പർ അയോണുകൾക്ക് എന്താണ് സംഭവിക്കുന്നത്? കോപ്പർ അയോണുകൾ ഇലക്ട്രോണുകളെ സ്വീകരിച്ച് പ്യുവർ കോപ്പറായിട്ട് മാറുന്നു. നമുക്ക് പറയാം, ആനോഡിൽ ഓക്സിഡേഷൻ സംഭവിക്കുകയും കാഥോഡിൽ റിഡക്ഷൻ സംഭവിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ആനോഡ് തിന്നായി വരുന്നതായിട്ട് കാണാം. എന്തുകൊണ്ടാണ് ആനോഡ് തിന്നായി വരുന്നത്? ആനോഡിൽ നിന്നും പ്യുവർ കോപ്പർ സൊല്യൂഷൻ വഴി ഇങ്ങോട്ട് പോകുന്നു, കാഥോഡിലേക്ക് പോകുന്നു അല്ലേ? അതിൻ്റെ ഫലമായിട്ട് കാഥോഡ് തിക്കായി വരുന്നതും കാണാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ ഇംപ്യുവർ കോപ്പറിലെ മുഴുവൻ കോപ്പറിനെയും പ്യൂരിഫൈ ചെയ്തുകൊണ്ട് കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യിക്കാനായിട്ട് ഈ മെത്തേഡ് ഉപയോഗിച്ച് സാധിക്കും. ഇത്തരത്തിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പ്യൂരിഫിക്കേഷനെയാണ് നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് കോപ്പറിനെ പ്യൂരിഫൈ ചെയ്യുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതുപോലെ തന്നെ പല മെറ്റൽസിൻ്റെയും പ്യൂരിഫിക്കേഷൻസിന് ഈ ഒരു മെത്തേഡ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷനിൽ ഒരുപാട് റോളുള്ള ഒരു മെത്തേഡാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം പോലെയുള്ള നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മെറ്റൽസിനെല്ലാം പ്യൂരിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ ഇലക്ട്രോലിറ്റിക് പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് പ്രാധാന്യവുമുണ്ട്. ഇലക്ട്രോളിസിസിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് നമുക്ക് പഠിക്കാം. ഇലക്ട്രോളിസിസ് എന്താണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇലക്ട്രോളിസിസിൻ്റെ ഫലമായിട്ട് കാഥോഡ് ഇലക്ട്രോഡിൽ നമ്മൾക്ക് ആവശ്യമുള്ള സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മെറ്റലിൻ്റെ ഏറ്റവും പ്യൂരിഫൈഡ് ഫോം ഒബ്റ്റെയിൻ ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ ഇത്തരം ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഒരു മെറ്റലിനെ പ്യൂരിഫൈ ചെയ്യുമ്പോൾ എത്രത്തോളം മെറ്റലാണ് അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റിയാണ് നമുക്ക് ലഭിക്കുക എന്ന് നമുക്കറിയില്ലായിരുന്നു. അത്തരം കാര്യങ്ങളെയാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ഇലക്ട്രോളിസിസ് എന്ന ഈ പോർഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രോലൈറ്റിലൂടെ എത്ര എമൗണ്ട് കടത്തിവിട്ടാലാണ് നമുക്ക് ആവശ്യത്തിനുള്ള അത്ര മെറ്റൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക എന്നെല്ലാത്തിനെയും പറ്റി ഏറ്റവും ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തത് മൈക്കൽ ഫാരഡെ എന്ന സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം 1830 കാലഘട്ടങ്ങളിലാണ് ഇത്തരത്തിലുള്ള വർക്കുകൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനായിട്ട് പ്രധാനമായും 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോകൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവയെ മൈക്കൽ ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് എന്നും മൈക്കൽ ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് എന്നുമാണ് അറിയപ്പെടുന്നത്. ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ട് മൈക്കൽ ഫാരഡേസ് ഫസ്റ്റ് ലോ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. The amount of chemical reaction
which occurs at any electrode during electrolysis by a current is proportional to the quantity of electricity passed through the electrolyte. ഒരു ഇലക്ട്രോളിസിസിൻ്റെ ഫലമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന സബ്സ്റ്റൻസിൻ്റെ അളവ് ഇലക്ട്രോലൈറ്റിൽ കൂടി കടന്നു പോകുന്ന ചാർജിന് ആനുപാതികമായിരിക്കും എന്നാണ് ഫസ്റ്റ് ലോ സൂചിപ്പിക്കുന്നത്. എന്താണ് ഫസ്റ്റ് ലോ? ഇലക്ട്രോലൈറ്റിൽ കൂടി കടന്നു പോകുന്ന ചാർജിന് ആനുപാതികമായിരിക്കും ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന സബ്സ്റ്റൻസിൻ്റെ അളവ്. അതായത് ദ എമൗണ്ട് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ഒക്കേഴ്സ് at any electrode during electrolysis by a current is proportional to the quantity of electricity passed through the electrolyte. നമുക്കറിയാം ഇലക്ട്രോലൈറ്റ് സാധാരണയായിട്ട് ഉരുകിയ അവസ്ഥയിലാണ് കാണപ്പെടുന്നത് അല്ലേ? അപ്പോൾ ഉരുകിയ അവസ്ഥയിൽ ഉള്ള ഇലക്ട്രോലൈറ്റിൽ കൂടെ കടന്നു പോകുന്ന ചാർജിന് ആനുപാതികമായിരിക്കും കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന സബ്സ്റ്റൻസിൻ്റെ അളവ്. നമുക്കറിയാം എങ്ങനെയാണ് ചാർജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? Q is equal to IT അല്ലേ? Q എന്നത് ചാർജ് ഇൻ കൂളോംസ് ആണെങ്കിൽ Q എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് I ഇൻറ്റു T. എന്താണ് I? I ഈസ് ദ എമൗണ്ട് ഓഫ് കറണ്ട് പാസ്ഡ് ഇൻ ആംപിയർ. എത്രമാത്രം കറണ്ടാണോ പാസ് ചെയ്യപ്പെടുന്നത് അത് ആംപിയർ യൂണിറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് I എന്ന് പറയുന്നത്. I ആംപിയർ കറണ്ട് പാസ് ചെയ്യപ്പെടുന്ന സമയത്തെയാണ് T എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ടൈം ഇൻ സെക്കൻഡ്സ്. ഐയും ടിയും അറിയാമെങ്കിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇലക്ട്രോളിസിസുമായി ബന്ധപ്പെട്ട് മൈക്കൽ ഫാരഡയുടെ ഫസ്റ്റ് ലോ നമ്മൾ പഠിച്ചു. ഇലക്ട്രോളിസിസ് വഴി ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന സബ്സ്റ്റൻസിൻ്റെ അളവ് ഇലക്ട്രോലൈറ്റിൽ കൂടെ പാസ് ചെയ്യുന്ന ചാർജിന് ആനുപാതികമായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചത്. ഇതിന് ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് റിഡക്ഷൻ റിയാക്ഷനെ കൺസിഡർ ചെയ്യാം. സിൽവർ അയോണുകൾ സിൽവറായി മാറുന്ന റിഡക്ഷൻ റിയാക്ഷനാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നോക്കൂ, Ag++1 ഇലക്ട്രോൺ ഗിവ്സ് Ag സോളിഡ്. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക? ഈ ഒരു ഇക്വേഷൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് ഒന്ന് കൺസിഡർ ചെയ്താൽ നമുക്ക് മനസ്സിലാകും. ഒരു സിൽവർ അയോണിനെ സിൽവറാക്കി മാറ്റുന്നതിന് ഒരു ഇലക്ട്രോണാണ് ആവശ്യമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം 1 mole of electron is required for the reduction of 1 silver ion. ഒരു സിൽവർ അയോണിനെ റിഡക്ഷൻ നടത്തി സിൽവർ ആറ്റമാക്കി മാറ്റാനായിട്ട് നമുക്ക് 1 mole of electron ആണ് ആവശ്യമായിട്ട് വരിക. എങ്ങനെയാണ് ഇതിൻ്റെ ഫർദർ കാൽക്കുലേഷൻസ് ചെയ്യുക എന്ന് നോക്കൂ. നമുക്കറിയാം ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണ്? നമ്മൾ +1 ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു 1.6021 ഇൻറ്റു 10⁻⁻19 കൂളോം ആണ്. ഇതാണ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒരു ഇലക്ട്രോണിൻ്റെ ചാർജിനെ അവഗാഡ്രോ നമ്പർ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്കറിയാം അവഗാഡ്രോ നമ്പറിനെ നമ്മൾ Na എന്ന് സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ 6.02 ഇൻറ്റു 10⁻23 പെർ മോൾ എന്ന് എഴുതാം. ഇത്തരത്തിൽ അവഗാഡ്രോ നമ്പറിനെ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 96487 കൂളോം പെർ മോൾ എന്നാണ്. ഈ വാല്യൂ നമുക്ക് പരിചയമുണ്ടോ? ഉണ്ട് അല്ലേ? 96487 കൂളോം പെർ മോൾ എന്നുള്ളത് ഫാരഡേസ് കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് 1 ഫാരഡേ എന്ന് വിളിക്കാം. അതായത് ഇതിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക? ഒരു മോൾ സിൽവർ അയോണിനെ ഒരു സിൽവർ ആക്കി മാറ്റുന്നതിന് ആവശ്യമായി വന്ന ചാർജ് എത്രയാണ്? ചാർജ് 1 ഫാരഡേ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഫാരഡേസ് ഫസ്റ്റ് ലോ പറയുന്നത് വളരെയധികം ശരിയാണ്. അതായത് ഒരു ഇലക്ട്രോലൈറ്റിൽ കൂടി കടന്നു പോകുന്ന ചാർജിന് ആനുപാതികമായിരിക്കും അവിടെ ഉണ്ടാകുന്ന സബ്സ്റ്റൻസിൻ്റെ അളവ്. ഇവിടെ ഈ ഇലക്ട്രോലൈറ്റിൽ കൂടെ 1 ഫാരഡേ ചാർജ് കടന്നു പോയപ്പോൾ 1 മോൾ സബ്സ്റ്റൻസ് ആണ് ഉണ്ടായത് എന്ന് ഓർക്കണം. മൈക്കൽ ഫാരഡേയുടെ ഫസ്റ്റ് ലോയെ സാധൂകരിക്കുന്ന 2-3 എക്സാമ്പിൾസ് കൂടെ നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് അടുത്ത ഒരു റിഡക്ഷൻ റിയാക്ഷനെയാണ് കൺസിഡർ ചെയ്യുന്നത്.
Magnesium 2 plus 2 electron gives magnesium. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുക? 1 mole of magnesium 2 plus require 2 electrons. അല്ലേ? 1 magnesium 2 plus require 2 electrons for the formation of 1 magnesium. അല്ലെങ്കിൽ നമുക്ക് പറയാം 1 മോൾ മെഗ്നീഷ്യം 2 പ്ലസ് അയോണുകൾ 2 മോൾ ഇലക്ട്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് മെഗ്നീഷ്യം ആയിട്ട് മാറുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇവിടെ വേണ്ട ചാർജ് എത്രയാണ്? 2 മോൾ ഇലക്ട്രോണുകൾ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ഇവിടെ വേണ്ട ചാർജ് 2 ഫാരഡേ ആണ് അല്ലേ? അതുപോലെ തന്നെ അടുത്ത എക്സാമ്പിൾ കൺസിഡർ ചെയ്യൂ. അലുമിനിയം 3 പ്ലസ് അയോണുകൾ റിഡക്ഷൻ സംഭവിച്ചുകൊണ്ട് അലുമിനിയം ആയിട്ട് മാറുന്നു. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും Al3 പ്ലസ് 3 ഇലക്ട്രോൺ ഗിവ്സ് Al. ഇവിടെ 1 മോൾ അലുമിനിയം 3 പ്ലസ് അയോണിന് 3 മോൾ ഇലക്ട്രോണുകൾ ആവശ്യമാണ്. അതിൻ്റെ അർത്ഥം ഇവിടെ ആവശ്യമായ ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്? 3 ഫാരഡേ ആണ്. ഇപ്പോൾ നമ്മൾ കണ്ട എല്ലാ എക്സാമ്പിൾസും എന്താണ് നമുക്ക് തരുന്ന ഒരു കൺക്ലൂഷൻ? ഇലക്ട്രോലൈറ്റിൽ കൂടി കടന്നു പോകുന്ന ചാർജിന് ആനുപാതികമായിട്ടായിരിക്കും കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന സബ്സ്റ്റൻസിൻ്റെ അളവ് എന്നതാണ്. ഇത്രയുമാണ് ഫാരഡേസ് ഫസ്റ്റ് ലോയോട് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഫാരഡേസ് സെക്കൻഡ് ലോ എന്താണെന്ന് നോക്കാം. The amount of different substances liberated by the same quantity of electricity passing through the electrolytic solution are proportional to their chemical equivalent weights. എന്താണ് ഫാരഡേയുടെ സെക്കൻഡ് ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിനായിട്ട് 2 ഇലക്ട്രോലിറ്റിക് സെല്ലുകൾ കൺസിഡർ ചെയ്യാം. 2 ഇലക്ട്രോലിറ്റിക് സെല്ലുകളിലൂടെ ഒരേ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി കടത്തിവിടുകയാണെങ്കിൽ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന സബ്സ്റ്റൻസിൻ്റെ അളവ് ആ പെർട്ടിക്കുലർ സബ്സ്റ്റൻസിൻ്റെ കെമിക്കൽ ഇക്വാലൻറ്റിന് ആനുപാതികമായിരിക്കും എന്നതാണ് ഫാരഡേയുടെ സെക്കൻഡ് ലോ സൂചിപ്പിക്കുന്നത്. അതായത് 2 ഇലക്ട്രോലിറ്റിക് സെല്ലുകളിലൂടെ ഒരേ എമൗണ്ട് ഓഫ് എനർജി, അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സെയിം എമൗണ്ട് ഓഫ് എനർജി കടത്തിവിടുകയാണെങ്കിൽ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന സബ്സ്റ്റൻസിൻ്റെ അളവ് ആ പെർട്ടിക്കുലർ സബ്സ്റ്റൻസിൻ്റെ കെമിക്കൽ ഇക്വാലൻറ്റിന് ആനുപാതികമായിരിക്കും എന്നാണ് ഫാരഡേയുടെ സെക്കൻഡ് ലോ പറയുന്നത്. എന്താണ് കെമിക്കൽ ഇക്വാലൻറ്റ് അല്ലെങ്കിൽ കെമിക്കൽ ഇക്വാലൻറ്റ് വെയ്റ്റ് എന്നത് എന്താണ്? കെമിക്കൽ ഇക്വാലൻറ്റ് വെയ്റ്റ് ഈസ് ഈക്വൽ ടു ആറ്റമിക് മാസ് ഓഫ് മെറ്റൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് റിക്വയർഡ് ടു റെഡ്യൂസ് ദ കാറ്റയോൺ. കെമിക്കൽ ഇക്വാലൻറ്റ് കണ്ടുപിടിക്കുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന മെറ്റലിൻ്റെ ആറ്റമിക് മാസ് അറിയാമെങ്കിൽ ആറ്റമിക് മാസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് റിക്വയർഡ് ഫോർ ദ റിഡക്ഷൻ ഓഫ് ദ കാറ്റയോൺ. ആ ഒരു റിഡക്ഷൻ റിയാക്ഷനിൽ കാറ്റയോണിനെ റെഡ്യൂസ് ചെയ്ത് മെറ്റലാക്കി മാറ്റുന്ന റിഡക്ഷൻ റിയാക്ഷനിൽ എത്ര ഇലക്ട്രോണുകളാണോ ഉൾപ്പെട്ടിട്ടുള്ളത്, ഈ 2 അറിവുകൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടേണ്ട മെറ്റലിൻ്റെ ആറ്റമിക് മാസ് ഡിവൈഡഡ് ബൈ റിഡക്ഷൻ റിയാക്ഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? കെമിക്കൽ ഇക്വാലൻറ്റ് വെയ്റ്റ്. ഇത്രയുമാണ് മൈക്കൽ ഫാരഡേയുടെ ഫാരഡേസ് ലോയിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്.